ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ്റെ ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കൂ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ 1 to 5 ആൻസർ എനി 4. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതിയല്ലേ. ഒന്നാമത്തെ ചോദ്യം, ദ ഒളിമ്പിക്സ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സണിന് വേണ്ടിയുള്ള ഒളിമ്പിക്സിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡാഫ് ഗെയിംസ്, പാരാലിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, നാഷണൽ ഗെയിംസ്. ഏതാണ്? അതെ, പാരാലിമ്പിക്സ് ആണല്ലേ. ആൻസർ എന്താണ്? പാരാലിമ്പിക്സ്. ദെൻ ദ ഫിസിക്കൽ ഡെഫോമിറ്റി ഇൻ വിച്ച് ദ ബാക്ക് ഈസ് കർവിംഗ് ഫോർവേഡ്. ഏതാണത്? കൈഫോസിസ് ആണല്ലേ. ഏതാണ്? കൈഫോസിസ്. ദ നെയിം ദ യോഗാസന ഷോൺ ഇൻ ദ പിക്ചർ. ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള യോഗാസന ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? അതെ, വജ്രാസനയാണ് അല്ലേ. ആൻസർ എന്ത്? വജ്രാസന. ദ നെക്സ്റ്റ് നോക്കാം. വിച്ച് ഗെയിം ഈസ് ദ എക്യുപ്മെന്റ് ഇൻ ദ ഗിവൺ പിക്ചർ അസോസിയേറ്റഡ് വിത്ത്. ഇവിടെ ഒരു എക്യുപ്മെന്റ് നൽകിയിട്ടില്ല, ഗെയിം എക്യുപ്മെന്റ് നൽകിയിട്ടുണ്ട്. അത് ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, ഏത് ഗെയിമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഗെയിമാണ്? അതെ, ക്രിക്കറ്റ് ആണ് അല്ലേ. എളുപ്പമല്ലേ. ഏതാണ്? ക്രിക്കറ്റ്. Then which game is Leander Pace associated with? Leander Pace associate ചെയ്തിരിക്കുന്ന ഗെയിം ഏതാണ്? ബാസ്കറ്റ്ബോൾ, ബാഡ്മിൻ്റൺ, ടെന്നീസ്, ക്രിക്കറ്റ്. ഏതാണ് കൂട്ടുകാരെ? അതെ, നമുക്കറിയാം ഏതാണ്. ടെന്നീസ് ആണ് അല്ലേ. ആൻസർ എന്താണ്? ടെന്നീസ്. ദെൻ ക്വസ്റ്റ്യൻ 6 to 10 ആൻസർ എനി 4. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ എത്ര ഉത്തരം എഴുതണം? അതെ, ഏതെങ്കിലും 4 അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് അല്ലേ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? യെസ്, ഇൻക്രീസ് മസ്കുലാർ സ്ട്രെങ്ത്, അതുപോലെ തന്നെ എന്താണ്? മസ്കുലാർ എൻഡുറൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ദെൻ വാട്ട് ഈസ് പാരാലിമ്പിക്സ്. എന്താണ് പാരാലിമ്പിക്സ് എന്നാണ് ചോദിച്ചത്. എന്താണ് ഈ പാരാലിമ്പിക്സ്? യെസ്, പാരാലിമ്പിക്സ് ഗെയിംസ് ആർ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അതായത് ഡിസബിലിറ്റീസ് പീപ്പിളുടെ കോമ്പറ്റീഷൻ, ഇന്റർനാഷണൽ അന്താരാഷ്ട്ര കോമ്പറ്റീഷനാണ് ഏതെന്ന് പറയുന്നത്. യെസ്, പാരാലിമ്പിക്സ് ഗെയിംസ് എന്ന് പറയുന്നത്. പാരാലിമ്പിക്സ് ഗെയിംസ് ആർ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, നെയിം എനി 2 അഡ്വഞ്ചറസ് സ്പോർട്സ്. അഡ്വഞ്ചറസ് സ്പോർട്സിൻ്റെ ഏതെങ്കിലും സാഹസിക സ്പോർട്സിൻ്റെ ഏതെങ്കിലും 2 പേരുകൾ എഴുതാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, മൗണ്ടൈനിയറിങ് എഴുതാം, അതുപോലെ തന്നെ റോളർ സ്കേറ്റിംഗ്, സൈക്ലിംഗ്, മോട്ടോർ സ്പോർട്സ്. അപ്പോൾ ഇതിലേതെങ്കിലും 2 നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഫസ്റ്റ് എയ്ഡ്സ് ഫോർ നോസ് ബ്ലീഡിങ്. മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ അല്ലേ, അതിൻ്റെ ഫസ്റ്റ് എയ്ഡ്, അതിൻ്റെ പ്രഥമ ശുശ്രൂഷ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഫസ്റ്റ് എന്ത് ചെയ്യുക? കീപ് ഹെഡ് ബെൻഡ് ഫോർവേഡ്. എന്ത് ചെയ്യുക? തലങ്ങനെ ഫോർവേഡ് ആയിട്ട് മുന്നിലേക്കായിട്ട് ബെൻഡ് ചെയ്ത് വെക്കുക അല്ലേ. ദെൻ ടെൽ ഹിം ടു ബ്രീത്ത് ത്രൂ മൗത്ത്. എന്നിട്ട് എന്ത് ചെയ്യുക? തെരുക്ക് പറ്റിയ ആളോട് എന്ത് പറയണം? യെസ്, ബ്രീത്ത് ത്രൂ ദ മൗത്ത്. മൗത്തിൽ കൂടെ, വായിൽ കൂടെ ശ്വാസം വിടാൻ പറയാം. ദെൻ ആസ്ക് ഹിം ടു ടോക്ക് നോട്ട് ടു ടോക്ക്, കഫ് ഓർ സ്പ്ലിറ്റ്. എന്ത് ചെയ്യാം? അതുപോലെ തന്നെ ചുമയ്ക്കാനും സംസാരിക്കാതിരിക്കാനും പറയല്ലേ. സ്പിറ്റ്, തുപ്പാതിരിക്കാനും പറയുക. ദെൻ വൈപ്പ് ദ ബ്ലഡ് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ കോട്ടൺ. എന്നിട്ട് എന്ത് ചെയ്യുക? ബ്ലഡ് ഒരു ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് എന്ത് ചെയ്യുക? ബ്ലഡ് ക്ലീൻ ചെയ്യുക അല്ലേ. ബ്ലഡ് ക്ലീൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 10ാമത്തെ ചോദ്യം അല്ലേ. 10ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എൻഗേജിങ് ഇൻ സ്പോർട്സ്. സ്പോർട്സിൽ എൻഗേജ് ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ലക്ഷ്യം അല്ലേ. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? യെസ്, ഹെൽപ്പ് us ടു ഗെയിൻ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് റിക്രിയേഷൻ ഓഫ് മൈൻഡ്. എന്താണ്? യെസ്, എ മൈൻഡ് ടു ഹെൽപ്പ് ഈച്ച് അതർ. അതായത് മറ്റുള്ള പരസ്പരം സഹായിക്കാനുള്ളൊരു മനസ്സല്ലേ. ദെൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോപ്പറേഷൻ. ദെൻ യൂണിറ്റി, ഒബേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്തൊക്കെയാണ്? ഹെൽപ്പ് us ടു ഗെയിൻ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് റിക്രിയേഷൻ ഓഫ് മൈൻഡ്. നെക്സ്റ്റ് എഴുതാം, എ മൈൻഡ് ടു ഹെൽപ്പ് ഈച്ച് അതർ. ദെൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോപ്പറേഷൻ. നെക്സ്റ്റ് യൂണിറ്റി. ദെൻ ഒബേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. Then question 11 to 12 answer any one. What are the benefits of cycling every day? എല്ലാ ദിവസവും സൈക്കിൾ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലേ. അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്?
യെസ്, ഇൻക്രീസ് ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് എഴുതാം. എന്താണ്? ഇൻക്രീസ് ആൻഡ് മെയിൻറ്റെയിൻ ഫിസിക്കൽ ഫിറ്റ്നസ്. അതുപോലെ തന്നെ എന്താണ്? യെസ്, ഇറ്റ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ഓഫ് ലെഗ്സ് ഓർ ലോവർ ലിംസ്. ദെൻ ഇൻക്രീസ് സെൽഫ് കോൺഫിഡൻസ്. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ബോഡി ബാലൻസ്, കറേജ്, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിനെസ്, സോഷ്യൽ ഫ്രണ്ട്ലിനെസ് എക്സെട്ര. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. ലോങ് ജമ്പ് ഉണ്ട്, കനോയിങ് ഉണ്ട്, പാരച്യൂട്ടിങ് ഉണ്ട്, സ്കീയിങ് ഉണ്ട്. എന്താണ്? ദെൻ വാട്ടർ, ലാൻഡ്, ഐസ്, എയർ. ലോങ് ജമ്പ് ഏതായിരിക്കും വരിക? യെസ്, നമുക്കറിയാം ലാൻഡ് ആണ് അല്ലേ. ലോങ് ജമ്പ് ലാൻഡ്. ദെൻ കനോയിങ് വാട്ടർ, പാരച്യൂട്ടിങ് എയർ, ദെൻ ലാസ്റ്റ് വൺ ഐസ് അല്ലേ. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ 1 to 5 ആൻസർ എനി ഫോർ. ആർട്ട് എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻ ആണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെയിം എ ഫേമസ് മലയാളി പെയിൻറ്റർ ഫ്രം ദോസ് ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ളതിൽ മലയാളി, ഒരു ഫേമസ് ആയിട്ടുള്ള മലയാളി പെയിൻറ്ററിൻ്റെ പേര് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ള. ആരാണ്? അതെ, നമുക്കറിയാം ആരാണ് കൂട്ടുകാർ? TK പത്മിനിയാണ് അല്ലേ. ആൻസർ എന്താണ്? TK പത്മിനി. Then when you drew the pictures of fruits, the pictures were seen as flattened. How can you make them 3-dimensional? എന്നാ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയാണല്ലേ. The picture was seen as flattened ആയിട്ടാണ് അത് കാണുന്നത്. How can you make them 3-dimensional? നിങ്ങൾക്ക് എങ്ങനെ അതിനെ 3-dimensional ദ്വിമാനമാക്കിയിട്ട് ദ്വിമാന ചിത്രമാക്കി മാറ്റാമെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. 3-dimensional ആക്കി മാറ്റാം. അതിനെന്താ ചെയ്യേണ്ടത്? യെസ്, ഷാഡോ. യെസ്, ഡ്രോ ഷാഡോസ് ആൻഡ് ലൈറ്റ്സ്. എന്ത് ചെയ്യുക? ഡ്രോ ഷാഡോസ് ആൻഡ് ലൈറ്റ്സ്. ഡ്രോ ഷാഡോസ് ആൻഡ് ലൈറ്റ്സ്. Then which of the following instrument help us a singer to sing song with pitch and tune? ഏതാണ്? തമ്പുരു ആണ് അല്ലേ. ആൻസർ എന്താണ്? തമ്പുരു. Then name the dancer who played a major role to reform the popularize the dance form Bharatanatyam. യെസ്, ആരാണ്? രുക്മിണി ദേവി അരുണ്ടലെയാണ് അല്ലേ. രുക്മിണി ദേവി അരുണ്ടലെ. ആൻസർ. ദെൻ who wrote the drama ഒരു കൂട്ടം ഉറുമ്പുകൾ എന്ന ഡ്രാമ എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആരാണ്? അതെ, ജി ശങ്കരപിള്ളയാണ് അല്ലേ. ആൻസർ എന്താണ്? ജി ശങ്കരപിള്ള. ദെൻ ക്വസ്റ്റ്യൻ 6 to 10 ആൻസർ എനി ഫോർ. ഏതെങ്കിലും 4 എണ്ണത്തിനല്ലേ ഉത്തരം എഴുതുക. നെയിം 2 മീഡിയം യൂസ്ഡ് കളർ എ പിക്ചർ. ഒരു പിക്ചർ കളർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 മീഡിയമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, ക്രയോൺസ് എഴുതാം, അതുപോലെ തന്നെ വാട്ടർ കളർ, ഓയിൽ പെൻസിൽസ്, കളർ പെൻസിൽ, ഓയിൽ കളർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതുക. ഓക്കെ. ദെൻ മാച്ച് ദ ഫോളോയിങ് ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. വയലിൻ, തമ്പുരു, തബ്ല, ഫ്ലൂട്ട്. ദെൻ വിൻഡ് ഇൻസ്ട്രുമെന്റ്, പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ്, ശ്രുതി ഇൻസ്ട്രുമെന്റ്, സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ ഏതായിരിക്കും വരിക? വയലിൻ ഏതാണ്? അതെ, സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ വയലിൻ. ദെൻ തമ്പുരുവോ? ശ്രുതി ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ. ദെൻ തബലയാണല്ലേ നൽകിയിട്ടുള്ളത്. യെസ്. ദെൻ ഫ്ലൂട്ടോ? വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? യോജിപ്പിച്ച് എഴുതുക. ദെൻ നെയിം എനി 2 സർഫേസസ് യൂസ്ഡ് ഫോർ പെയിന്റിങ്. പെയിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും 2 സർഫേസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്ക് ഏതൊക്കെ എഴുതാം? ക്യാൻവാസ് എഴുതാം, അതുപോലെ തന്നെ പേപ്പർ, ഫാബ്രിക്, വോൾ. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? ക്യാൻവാസ്, പേപ്പർ, ഫാബ്രിക്, വോൾ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പ്രിപ്പറേഷൻ ഷുഡ് ബി മെയ്ഡ് ടു ഐഡന്റിഫൈ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആസ് ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലേ യു പെർഫോംഡ് ഇൻ യുവർ സ്കൂൾ? എന്താണ്? യെസ്. വാട്ട് പ്രിപ്പറേഷൻ ഷുഡ് ബി മെയ്ഡ് ടു ഐഡന്റിഫൈ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇൻ ദ പ്ലേ യു പെർഫോംഡ് ഇൻ യുവർ സ്കൂൾ? നിങ്ങൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് എടുക്കുക? നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻ നടത്താം? യെസ്, അപ്രോപ്രിയേറ്റ് ക്ലോത്തിങ് ഫോർ ദ ആനിമൽസ്, അല്ല അനുയോജ്യമായ ഡ്രസ്സ് ആനിമൽസിലുള്ള, അതുപോലെ തന്നെ ആൻഡ് ബേർഡ്സ് ബീയിങ് പ്രസൻറ്റഡ്. ദെൻ ആനിമൽ മാസ്ക്, ദെൻ കാർഡ്സ് വിത്ത് ദ നെയിം ഓഫ് ദ ആനിമൽസ് ക്യാൻ ബി വോൺ അറൗണ്ട്
എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ്? യെസ്, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം അപ്രോപ്രിയേറ്റ് ക്ലോത്തിങ് ഫോർ ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ബീങ് പ്രസന്റ്. ദെൻ ആനിമൽസ് മാസ്ക്, ദെൻ കാർഡ്സ് വിത്ത് ദ നെയിം ഓഫ് ദ ആനിമൽസ് ക്യാൻ ബി worn around the neck. Okay, the next നോക്കൂ, you must have seen the dance forms which are formed in groups in the school കലോത്സവം. നെയിം എനി 4 ഡാൻസ് ഫോം. ഏതെങ്കിലും 4 ഡാൻസ് ഫോമിൻ്റെ എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒപ്പന എഴുതാൻ നമുക്ക്, തിരുവാതിരക്കളി, മാർഗംകളി, പരിചമുട്ടുകളി, കോൽക്കളി, അതിൽ ഏതെങ്കിലും 4 നിങ്ങൾ എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11 to 12 ആൻസർ എനി 1. 11 12 ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ എ ഗാർഡൻ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗാർഡനിൽ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് നിറയെ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും ഉണ്ടൊക്കെ എന്ന് ഇമാജിൻ ചെയ്യുക. ദെൻ യു ആർ റണ്ണിങ് ആൻഡ് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് ഗാർഡൻ. നിങ്ങൾ ഓടി എൻജോയ് ചെയ്യണല്ലേ, ഗാർഡനിൽ ഇങ്ങനെ ഓടി നടന്ന് ആ സീന് എൻജോയ് ചെയ്യാണ്. ഡ്രോ സച്ച് എ സിറ്റുവേഷൻ ആൻഡ് കളറിങ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സിറ്റുവേഷൻ വരച്ച് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ചിത്രം വരയ്ക്കുമ്പോൾ യെസ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കില്ലേ, ഡ്രോ ദ ഔട്ട്ലൈൻ. ദെൻ ഡ്രോ ദ ഇമേജ് ഇൻസൈഡ് ദ ഔട്ട്ലൈൻ. അതിൻ്റെ ഉള്ളിലായിട്ട്, ഔട്ട്ലൈൻ്റെ ഉള്ളിലായിട്ട് ഇമേജ് വരയ്ക്കുക. ദെൻ ഡ്രോ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഇതിന് എന്താ വരയ്ക്കേണ്ടത്? പ്ലാന്റ്സും ഫ്ലവേഴ്സും വരയ്ക്കുക. ദെൻ ഗീവ് സ്യൂട്ടബിൾ കളർ ടു ദ പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ദെൻ ഡ്രോ പിക്ചർ ഓഫ് സം ബട്ടർഫ്ലൈസ്, പിക്ചർ ഓഫ് ചൈൽഡ് റണ്ണിങ് ത്രൂ ദ ഗാർഡൻ ആൻഡ് അതർ സ്യൂട്ടബിൾ ഒബ്ജക്ട്സ് ക്യാൻ ആൾസോ ബി ഡ്രോൺ. അങ്ങനെ നിങ്ങൾ വരച്ച് എന്ത് ചെയ്യുക? ഇതുപോലൊരു ചിത്രം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ Garamelas are performed during celebration and special occasion. Explain the style of presentation, characteristics, various musical instrument and its usages in the song performed. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? Yes, filling songs, mappler songs, folk songs and light music are sung special occasion Garamela. The selected songs are famous, super hit, easy to understand and memorable. Then famous movie songs are mostly sung. എങ്ങനത്തെയാണ് അവർ കൂടുതലായിട്ട് പാടുന്നത്? യെസ്, മൂവി സോങ്സ് ആണല്ലേ. മലയാളം, തമിഴ്, ഹിന്ദി and other language songs are also our slang language. Yes, അതർ ലാംഗ്വേജസ് സോങ്സ് ആർ ആൾസോ സങ്. അതായത് എന്താ, മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും അങ്ങനെയുള്ള മറ്റു ഭാഷകളിലും എല്ലാ പാട്ടുകളും അവർ പാടും അല്ലേ. ദെൻ മൃദംഗം, ഫ്ലൂട്ട്, ഹാർമോണിയം, ട്രിപ്പിൾ ഡ്രം, കോഗോ ഡ്രം, ഗഞ്ചറ, വയലിൻ എക്സെട്ര അങ്ങനെയുള്ളതൊക്കെ അവർ ഉപയോഗിക്കും അല്ലേ. ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ബട്ട് നവഡേയ്സ് മെനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ റീപ്ലേസ്ഡ് ബൈ കീബോർഡ് ആൻഡ് അതർ ഇൻസ്ട്രുമെൻറ്റ്. പക്ഷെ എന്താണ് നവഡേയ്സ് ഈ അടുത്തൊക്കെ എന്താണ്? മെനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ റീപ്ലേസ്ഡ് ബൈ കീബോർഡ് ആൻഡ് അതർ ഇൻസ്ട്രുമെൻറ്റ്. മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് നമ്മൾ ഈ പണ്ടത്തെ ഇൻസ്ട്രുമെൻറ്റ്സിനൊക്കെ പകരം എന്താണ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? കീബോർഡും അതുപോലെ തന്നെ മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വർക്ക് എഡ്യൂക്കേഷൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ 1 to 5 ആൻസർ എനി 4. ഏതെങ്കിലും 4 എണ്ണം അല്ലേ. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് ബയോ പെസ്റ്റിസൈഡ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ സോയിൽ. സോയിലിൻ്റെ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ബയോ പെസ്റ്റിസൈഡ് ഇതിൽ ഏതാണെന്നാണ്, ജൈവ കീടനാശിനിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നീം സീഡ് എസെൻസ് ആണല്ലേ, നീം സീഡ് എസെൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പെയിന്റ് വിച്ച് insoluble in water. ഇനാമൽ പെയിന്റ്, ഫാബ്രിക്കൽ പെയിന്റ്, വാട്ടർ കളർ, ഗ്ലാസ് പെയിന്റ്. ഏതായിരിക്കും? ഇനാമൽ പെയിന്റ് ആണല്ലേ. ഏതാണ്? ഇനാമൽ പെയിന്റ്. ദെൻ വാട്ട് മെറ്റീരിയൽ യൂസ് ഇൻ ഒറിഗാമി. ഒറിഗാമിയിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പേപ്പർ ആണല്ലേ. ആൻസർ എന്താണ്? പേപ്പർ. Then why is the next question നോക്കാം. Why is lemon juice used while preparing hibiscus squash? ഹിബിസ്കസ് സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ആസ് എ പ്രിസർവേറ്റീവ് ആണല്ലേ. ആസ് പ്രിസർവേറ്റീവ്. ആൻസർ എന്താണ്? ആസ് പ്രിസർവേറ്റീവ്. ദെൻ ഫൈൻഡ് ഔട്ട് 3 യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് വിച്ച് റിമൈൻസ് അൺഡാമേജ്ഡ് ഫോർ ലോങ് പീരീഡ്. നമുക്ക് എന്ത് ചെയ്യാം? ഏതാണ് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ദ 3 യൂസ്ഡ്. ഏത് ട്രീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, ടീക്കാണല്ലേ. തേക്ക് മരമല്ലേ. ഓക്കെ, ആൻസർ എന്താണ്? ടീ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 6 to 10 ആൻസർ എനി 4 അല്ലേ. ഓക്കെ, നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം.
നെയിം എനി 4 മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എക്കോ ഫ്രണ്ട്ലി ഗ്രോ ബാഗ്സ്. എക്കോ ഫ്രണ്ട്ലി ഗ്രോ ബാഗ്സ് മേക്ക് ചെയ്യുന്നതിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും 4 മെറ്റീരിയൽസിൻ്റെ പേര് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ പേര് എഴുതാം. നമുക്ക് എഴുതാം ഓൾഡ് ജീൻസ്, അതുപോലെ തന്നെ എന്താണ് ടയർ, സാക്ക്, അരക്കന ട്രീ പെയില്, കയർ, റോപ്പ്, ഗ്രോ ബാഗ്സ് എക്സെട്ര അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ആണ്. ഒരു ഫ്ലോ ചാർട്ട് നൽകിയിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ. കോക്കനട്ട്, ദെൻ കോക്കനട്ട് ഷെൽ, കോക്കനട്ട് ഹസ്ക്, കോക്കനട്ട് ഷെല്ല്, കോക്കനട്ട് ഷെൽ സ്പൂൺ എന്ന് നൽകിയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്തൊക്കെ എഴുതാം. യെസ്, കോക്കനട്ട് ഷെല്ല്, കോക്കനട്ട് ഷെൽ ഫ്ലവേഴ്സ്, ദെൻ ഫ്ലവർ വേസസ്, ദെൻ കോക്കനട്ട് ഹസ്കിൽ യെസ് ഡസ്റ്റർ നൽകിയിട്ടുണ്ട്. കയർ പിച്ച്, അതുപോലെ തന്നെ കയർ റോപ്പ്, ചകിരി ബ്രഷ് ഒക്കെ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. റീഅറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് കൾട്ടിവേഷൻ ഇൻ കറക്റ്റ് ഓർഡർ. ഇവിടെ കൾട്ടിവേഷനിൻ്റെ സ്റ്റേജസ് ആണ്. ഇത് കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്. യെസ്, പ്രിപ്പയറിങ്. ഫസ്റ്റ് വൺ എന്താണ്. പ്രിപ്പയറിങ് ദ ഫീൽഡ്. ഫസ്റ്റ് വൺ yes preparing the field. Then sowing the seed അല്ലേ. sowing the seed. Then third one ഏതായിരിക്കും. yes planting the sapling. Then harvesting അല്ലേ. നാലാമത് harvesting. okay, then next നോക്കാം. classify the following into traditional and modern agricultural tools. yes, classify the following into traditional and modern agricultural tools. അതായത് മോഡേൺ അഗ്രികൾച്ചറൽ ടൂൾസ് എന്നും ട്രഡീഷണൽ ടൂൾസ് എന്നും ഇതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബ്രാക്കറ്റിൽ കുറേ ടൂൾസ് നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെയായിരിക്കും ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസിൽ വരിക. ട്രഡീഷണൽ ഏതായിരിക്കും. യെസ്, പ്ലവ്, ദെൻ തേവുകൊട്ട, അരയും ചക്രവും അല്ലേ. അറയും ചക്രവും. ദെൻ നെക്സ്റ്റ് അഡ്വാൻസ്ഡ് മോഡേൺ അഗ്രികൾച്ചറിൽ ഏതായിരിക്കും വരിക. മോഡേൺ അഗ്രികൾച്ചറൽ ടൂൾസിന് നമുക്ക് ഏതെഴുതാം. യെസ്, ഹാർവെസ്റ്റിംഗ് മെഷീൻ, സോയിങ് മെഷീൻ, ട്രാക്ടർ, ടില്ലർ. ഓക്കെ, ദെൻ മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. 10ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. പെൻ ബോക്സ് നൽകുന്നുണ്ട്, അച്ചപ്പം മോൾഡ്, വാൾ ഹാങ്ങർ, കോട്ട്. ദെൻ GI ഷീറ്റ്, പേപ്പർ, വുഡ്, പ്ലാസ്റ്റിക്. ഇതിൽ പെൻ ബോക്സ് അതെ പേപ്പർ അല്ലേ. പെൻ ബോക്സ്, പേപ്പർ. ദെൻ അച്ചപ്പം മോൾഡ് എന്തായിരിക്കും. അച്ചപ്പം മോൾഡ് GI ഷീറ്റ് ആണല്ലേ. ദെൻ വാൾ ഹാങ്ങർ, പ്ലാസ്റ്റിക്. ദെൻ കോട്ട്, വുഡ്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, യോജിപ്പിച്ച് എഴുതുക. ദെൻ ക്വസ്റ്റ്യൻ 11 to 12 അല്ലേ. ആൻസർ എനി വൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ എ പോസ്റ്റർ ടു ബി യൂസ്ഡ് ഇൻ ദ സ്കൂൾ റാലി ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് വാട്ടർ ഡേ ഓൺ മാർച്ച് 22 മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേയുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ യെസ് ഒരു ബോർഡറൊക്കെ വരച്ച് അതിൽ മനോഹരമായ ചിത്രമൊക്കെ നൽകി നിറൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റർ തയ്യാറാക്കുക. നമുക്ക് എന്ത് എഴുതാം. യെസ്, ഡോണ്ട് വേസ്റ്റ് പ്രീഷ്യസ് വാട്ടർ. അതിന് എഴുതാം March 22 is വേൾഡ് വാട്ടർ ഡേ. Then harvest rain water and solve water scarcity. Drinking water is tomorrow's gold. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഇതുപോലെയൊക്കെ എഴുതി ഭംഗിയായി ചിത്രമൊക്കെ വരച്ചൊരു പോസ്റ്റർ തയ്യാറാക്കുക. ദെൻ 12ാമത്തെ ചോദ്യം എന്താണ്. വാട്ട് ആർ ദ പ്രിക്വേഷൻ ടു ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ദ സർഫേസ് വൈൽ ഫാമിംഗ് ഓൺ ദ ടെറസ്. ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സർഫേസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. എന്തൊക്കെ പ്രിക്വേഷൻസ് നമുക്ക് എടുക്കാം. യെസ്, സ്പ്രെഡ് പോളിത്തീൻ ഷീറ്റ് ഓൺ ദ ടെറസ് ബിഫോർ സ്റ്റാർട്ടിങ് കൾട്ടിവേഷൻ. നെക്സ്റ്റ് എഴുതാം പ്ലേസ് ഗ്രോ ബാഗ്സ് എക്സെട്ര ഓൺ ദ ടോപ്പ് ഓഫ് ബ്രിക്സ്. അതുപോലെ തന്നെ പ്ലേസ് ഗ്രോ ബാഗ് ആൻഡ് പ്ലാന്റിംഗ് പോട്ട്സ് ഓൺ iron stand. Then use a wooden board. Do not use chemical fertilizers that damage the terrace. Then make sure that there is no standing water on the terrace. Then use drip irrigation system. അപ്പോൾ ഇത്രയും പ്രിക്വേഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.